BLM, Kerala, Tamil Nadu, Pondicherry. പാലക്കാട് ഷൊർണൂരിൽ സിപിഎമ്മിന് വിമത ഭീഷണി. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ഷൊർണൂർ നഗരസഭ മുൻ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന പി നിർമ്മല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വാർഡ് 32 മഞ്ഞക്കാടിൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ഞക്കാടിൽ നിന്നും 245 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിർമ്മല വിജയിച്ചത്. അന്നത്തെ ഭരണസമിതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷയാവുകയും ചെയ്തു. ഇത്തവണ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന TP രജനിക്ക് എതിരായാണ് നിർമ്മലയുടെ മത്സരം. ആദ്യഘട്ടത്തിൽ മഞ്ഞക്കാട്ടിൽ മത്സരിക്കാൻ നിർമ്മലയ്ക്ക് പാർട്ടി സീറ്റ് നൽകുമെന്ന് കരുതിയെങ്കിലും TP രജനിയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർമ്മല മത്സരരംഗത്ത് എത്തുകയായിരുന്നു. പാർട്ടിയോട് തനിക്ക് എതിർപ്പില്ലെന്നും ചില വ്യക്തികളോടുള്ള എതിർപ്പ് കാരണമാണ് മത്സരിക്കുന്നതെന്നും പി നിർമ്മല പറഞ്ഞു. എൻ്റെ വാർഡില് നല്ലൊരു സ്ഥാനാർത്ഥി വേണം, അല്ലെങ്കിൽ ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ഒരാൾ വേണം എന്നുള്ള ഒരു തീരുമാനം കാരണമാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഞാൻ 25 വർഷമായിട്ട് എൻ്റെ വാർഡിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരണം വാർഡിലെ ജനങ്ങളെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവര് എനിക്ക് വോട്ട് ചെയ്യും, എന്നെ ജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ പ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളാണ് ഏറ്റവും നല്ലൊരാളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ മത്സരത്തിന് നിൽക്കുന്നത്. CPM-നെതിരാണ് മത്സരം. അപ്പോൾ CPM-നെതിരായിട്ട് ഞാൻ മത്സരിക്കുന്നില്ല. കാരണം ചില വ്യക്തികൾക്കെതിരായിട്ടാണ് എന്റെ മത്സരം, അല്ലാണ്ട് CPM-നെതിരായിട്ടല്ല മത്സരം. CPM-ന് തന്നെ കുറച്ച് പാർട്ടിയാണെന്ന് പറഞ്ഞു നടക്കുകയും പിന്നെ പാർട്ടിക്കെതിരെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി. അവർക്കെതിരെയാണ് എന്റെ പോരാട്ടം. പൊതുവെ ഈ വാർഡ് പൊതുവെ CPM-ന്റെ ഒരു ബെൽറ്റുള്ള സ്ഥലമാണ്. എത്രത്തോളം വിജയ സാധ്യതയുണ്ട് അവിടെ? CPM വിജയിക്കുന്ന വാർഡ് തന്നെയാണിത്. പക്ഷെ JVS CPM പ്രശ്നം വന്നപ്പോൾ വാർഡ് കൈവിട്ട് പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒരു സമാന സാഹചര്യമാണ് ഇപ്പോൾ വാർഡിലുള്ളത്. ജനങ്ങൾ എന്നെ പിന്തുണയ്ക്കുന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. കോൺഗ്രസിന്റെ പിന്തുണ കൂടി ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ ചില ജയത്തിന് ചിലപ്പോൾ നമുക്ക് പലരുടെയും പിന്തുണ മേടിക്കേണ്ടി വരും. ഇപ്പൊ നഗരസഭ കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചിരിക്കുന്നത് K കൃഷ്ണകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളുകൾക്ക് നമ്മളെ കുറിച്ച് എന്ത് പറയാനാ അവകാശമുള്ളത്? ഞാൻ ആരുടെയും പിന്തുണ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. മത്സരത്തില് വിജയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശരിയല്ലാത്ത പിന്തുണകൾ നമ്മൾ നേടുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്ത തെറ്റ് വേറൊരാള് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. വാർഡിൽ UDF പുതിയ സ്ഥാനാർത്ഥിയെ നിർത്താതെ നിർമ്മലയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. വാളും പരിചയവും ചിഹ്നത്തിലാണ് നിർമ്മലയുടെ മത്സരം. BJP സ്ഥാനാർത്ഥിയായി അർച്ചനയും മത്സരരംഗത്തുണ്ട്. 992 വോട്ടുകളുള്ള വാർഡിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് രണ്ടാമതായിരുന്നു. M5 ന്യൂസ്, പാലക്കാട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.